ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇതെൻ്റെ ഒരു ഫസ്റ്റ് ഇൻട്രോ വീഡിയോ ആണ്. അപ്പോൾ ഇത്രയും കാലം എൻ്റെ ചാനലിൽ ഞാൻ കുറച്ച് കുക്കിംഗ് വീഡിയോസും പിന്നെ റിവ്യൂ അങ്ങനെയൊക്കെ ആയിരുന്നു ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പം ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ക്യാമറയ്ക്ക് മുന്നിൽ വരുന്നത്. അപ്പം ഈ വീഡിയോക്ക് ഒരു ചെറിയ പ്രത്യേകത കൂടിയുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ നിൽക്കുന്നത് ആരാണെന്നല്ലേ, ഇതെൻ്റെ കുക്കി കപ്പിളൊന്നുമല്ല, ഇതെൻ്റെ കസിനാണ്. അപ്പം അവൾക്കൊരു യൂട്യൂബ് ചാനലുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾ രണ്ടുപേരുടെയും ഞങ്ങൾ യൂട്യൂബ് തുടങ്ങാനുണ്ടായിട്ടുള്ള കുറച്ച് കാര്യങ്ങളും പിന്നെ നമ്മുടെ യൂട്യൂബ് വിശേഷങ്ങളും പിന്നെ ഇവളുടെ യൂട്യൂബിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഒരു ചെറിയൊരു ചിറ്റ് വീഡിയോ ആയിട്ട് എടുക്കാൻ വിചാരിച്ചു. അപ്പം അവളുടെ പേരെന്താണെന്ന് ഞാൻ പറഞ്ഞടാ, പേര് പറഞ്ഞെടുത്തു. എൻ്റെ പേര് ഫാത്തിമ ഇഷ. ചാനലിൻ്റെ പേര് വേണം. ചാനലിൻ്റെ പേര് സിസ്റ്റേഴ്സ് ക്രിയേഷൻ എന്നാണ്. അപ്പം ഇവരുടെ ഇവളും പിന്നെ ഇവളുടെ ഒരു കസിനും കൂടിയാണ് ചെയ്യുന്നത്. അപ്പം ഇത് കുറച്ച് ഫണ്ണായിട്ടുള്ള കുറേ വീഡിയോസൊക്കെയാണ് ഇവർ ഇട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇവർ നിങ്ങൾ പ്രാങ്ക് വീഡിയോസ് അങ്ങനെയൊക്കെ ആണല്ലേ, അങ്ങനത്തെ കുറച്ച് നല്ല വീഡിയോസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ ഇവർ ചാനലിൽ പോയി നോക്കിയാൽ കാണാൻ പറ്റും. പിന്നെ പറ, എന്തൊക്കെയുണ്ട് യൂട്യൂബ് തുടങ്ങി കഴിഞ്ഞിട്ടുണ്ടായ കുറച്ച് വിശേഷങ്ങളൊക്കെ? എങ്ങനെയാണ് യൂട്യൂബ് തുടങ്ങാൻ? അത് മാമിൻ്റെത് കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണമെന്ന് ആഗ്രഹം. അപ്പോൾ 2 months ആയിട്ടുള്ളൂ യൂട്യൂബ്. ഞാനങ്ങനെ വീഡിയോസ് ഒന്നും ഇടാറൊന്നുമില്ല, ജസ്റ്റ് കുക്കിങ്ങിലാണ് തുടങ്ങിയത്. പക്ഷേ ഇവരുടെ ചാനൽ എന്ന് പറയുന്നത്, ഇവരുടെ ചാനൽ തുടങ്ങിയിട്ട് ഇപ്പോൾ ജസ്റ്റ് 1 month ആവുന്നുള്ളൂ. പക്ഷേ ഇവർക്കുണ്ടായ സബ്സ്ക്രൈബേഴ്സ് കൗണ്ടും അതുപോലെ തന്നെ വ്യൂസും ഒക്കെ നല്ല ഗ്രോത്ത് ഉണ്ട്. പെട്ടെന്നായിരുന്നു ഇവിടെ, കാരണം ചെറിയ മക്കളായതുകൊണ്ട് തന്നെ നമുക്ക് ഇൻട്രസ്റ്റിംഗ് ആണ് ഇവരുടെ വീഡിയോസൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ പറ, ഇത് ലോക്ക്ഡൗൺ ആയതുകൊണ്ടാണല്ലേ വീഡിയോസൊക്കെ? എങ്ങനെയാണ് നിങ്ങൾ വീഡിയോസ് കണ്ടൻറ്റൊക്കെ എവിടെ നിന്നാണ് കിട്ടുന്നത്? ആരാ പറഞ്ഞൊരു ഐഡിയാസൊക്കെ? അതിൻ്റെ ഫാദർ പറഞ്ഞുതരും, പിന്നെ നമ്മൾ രണ്ടാളും കൂടിയൊക്കെ പറയും, പിന്നെ കാക്ക എല്ലാവരും ചേർന്നിരുന്ന് പറയും. അങ്ങനെ. അപ്പോൾ നിങ്ങൾ എപ്പോഴും വീഡിയോസ് ഇടാറുണ്ടോ? എപ്പോഴും ഓരോരോ ദിവസം അങ്ങനെയൊന്നുമില്ല. അപ്പം ഇപ്പോൾ ലോക്ക്ഡൗൺ ആയിട്ട് കുറേ ടൈം കിട്ടാമല്ലേ വീഡിയോസൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട്? ഓക്കെ, ഇവരിപ്പോൾ തുടങ്ങിയിട്ടുള്ളൂ. പക്ഷേ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞാൽ ഞാൻ കുക്കിങ്ങിന് വേണ്ടി തുടങ്ങിയൊരു ചാനലൊന്നുമില്ല. ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഞങ്ങൾ കുറച്ച് വ്ളോഗൊക്കെ ചെയ്യണമെന്നും അങ്ങനെയൊക്കെ അത് കുറേ ഞങ്ങൾക്ക് പ്ലാൻസൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ തുടങ്ങിയൊരു ചാനലാണ്. നമുക്ക് കുറേ യാത്രകൾ പോകണം, എന്നിട്ട് കുറച്ച് വ്ളോഗൊക്കെ എടുത്ത് ചെയ്യണം, അങ്ങനെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണ് നമ്മൾ. അപ്പോൾ അങ്ങനെയാണ് ഞാൻ തുടങ്ങുന്നത് യൂട്യൂബ് ചാനൽ. പക്ഷേ പിന്നെ ലോക്ക്ഡൗൺ ഒക്കെ ആയിട്ട് നമുക്ക് എവിടെയും പോകാനൊന്നും പറ്റില്ല. അപ്പോൾ അങ്ങനെയാണ് ഞാൻ കുക്കിങ്ങിലേക്ക് കടന്നത്. ആക്ച്വലി എനിക്ക് കുക്കിങ്ങിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലാത്ത ആളായിരുന്നു ഞാൻ. പിന്നെ ഇവർ ഭയങ്കര ഡാൻസേഴ്സൊക്കെ ആണ്, ഇവർ ഡാൻസ് വീഡിയോസൊക്കെ ഉണ്ട്. ഓക്കെ, പിന്നെ അവളെ കുറിച്ച് പറ, ഹനനെ കുറിച്ച് പറ. ഇവർ രണ്ടുപേരും കൂടിയാണ് ചാനലിലുള്ളത്. ഇവർ രണ്ടുപേരുടെയും ആണ് സിസ്റ്റേഴ്സ് ക്രിയേഷൻസ്. ഞാൻ അവളെ കുറിച്ച് പറയാം. ഇവളിപ്പോൾ എൻ്റെ വീട്ടിലേക്ക് വന്നതാണ്. അപ്പോൾ നമ്മൾ വെറുതെ ഒരു ചിറ്റ് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. പിന്നെ എനിക്കൊരു ഇൻട്രോയുമായി ഒരാളുമായി കമ്പനിക്ക്, അതുകൊണ്ട് നമ്മൾ തുടങ്ങിയതാണ്. പറ. അപ്പോൾ എൻ്റെ കസിനാണ് ഹന ഫാത്തിമ എന്നാണ് അവളുടെ ഫുൾ നെയിം. അപ്പോൾ അവൾ മർക്കസിൽ 5th standard എൻ്റെ അതേ പ്രായമാണ് അവൾക്ക്. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി മാമി യൂട്യൂബ് ചാനൽ തുടങ്ങിയത് അന്ന് തന്നെ ഞങ്ങൾക്ക് വലിയൊരാഗ്രഹം യൂട്യൂബ്. ഇവരും അതുപോലെ തന്നെ പറഞ്ഞ് ഹായ് ഫ്രണ്ട്സ് എന്നൊക്കെ പറയാണ്ട് കളിയാക്കിയൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അപ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടി മാമിൻ്റെ കണ്ടരോ അതൊക്കെ എന്താ പറയുക, ഇതുപോലുള്ള യൂട്യൂബ് ചാനൽ തുടങ്ങി സബ്സ്ക്രൈബേഴ്സൊക്കെ കൂടി അങ്ങനെയൊക്കെ ഒരാഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ മാമിൻ്റെത് കണ്ട് ഞങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങി. ഇപ്പോൾ ഒരു month ആവാനൊരിതായിട്ട്. പിന്നെ ഇവരുടെ ഫസ്റ്റ് വീഡിയോ എന്ന് പറയുന്നത് ഭയങ്കര ഫണ്ണായിട്ടുള്ള, ഇവർ യൂട്യൂബ് ചാനലൊക്കെ ഓൾറെഡി തുടങ്ങി വെച്ചിരുന്നു. പിന്നെ എന്ത് വീഡിയോ ഇടും എന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. പിന്നെ ഇവരൊരു പ്രാക്ടീസ് ചെയ്യുന്ന വീഡിയോ ഇവളുടെ ബ്രദർ എടുത്തിട്ട്, അത് നല്ല രസമുണ്ട്. ഇവരെ നമ്മൾ തല്ലുവിടുന്ന ഒരു വീഡിയോ, അത് കണ്ടാൽ മനസ്സിലാവും. അവര് ഫസ്റ്റ് വീഡിയോ ഞങ്ങൾ കണ്ടില്ല ശരിക്കും, ക്യാമറ ഇങ്ങനെ എടുക്കുന്നത്. ഞങ്ങൾ റെഡി ആയിട്ട് നിൽക്കുന്ന സമയത്താണ് കാക്ക ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. ഞങ്ങൾ ഇങ്ങനെ കച്ചറ വിടുന്നത്, ഫുൾ കോമഡി ചെയ്യണമെന്ന് ഞങ്ങൾ അറിഞ്ഞിട്ട് കൂടിയില്ല. അവസാനം ഞങ്ങൾ പറയുന്നത് തുടങ്ങട്ടെ വീഡിയോ എന്ന്. ഓക്കെ, അത് നല്ല രസമായിരുന്നു. നമ്മൾ കണ്ട് കുറേ ചിരിച്ചതാണ്. പിന്നെ ഇനിയിപ്പോൾ എൻ്റെ ചാനലിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് കുക്കിങ്ങൊക്കെ ചെയ്ത് മടുത്തു. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. പിന്നെ എനിക്ക് ക്യാമറേൻ്റെ മുന്നിലേക്ക് വരാൻ കുറച്ച് മടിയുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ അങ്ങനെ ബാക്കി യൂട്യൂബേഴ്സിനൊക്കെ കാണുമ്പോൾ ഈ ഡേ ഇൻ മൈ ലൈഫ് അങ്ങനെയൊക്കെ അവരൊക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഒക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് കുറച്ച് മടി ഉണ്ടായിരുന്നു.
പിന്നെ ഇവിടെ ഞാൻ നല്ല കമ്പനിയാണ്. അപ്പോൾ ഇവിടെ വന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മൾ രണ്ടുപേർക്കും കൂടി എന്തെങ്കിലും ചെയ്താലോ എന്ന് വിചാരിച്ച് അങ്ങനെയാണ് ഇവിടെ പിടിച്ചിരുത്തി ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത്. പിന്നെ ഇപ്പോൾ ഓൺലൈൻ ക്ലാസ്സസൊക്കെ അല്ലേ, അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വീഡിയോസൊക്കെ ഇങ്ങനെ ഇടാറൊക്കെ? അത് ഞങ്ങൾ എടുക്കാറുണ്ട്. ഇപ്പം പതിവായി നമുക്ക് ഓൺലൈൻ ക്ലാസ്സസ് ഉണ്ടാവാറുണ്ട്. അപ്പം അതിനായിട്ടുള്ള ഒരു ഫ്രീ ടൈം കണ്ടെത്തിയിട്ട് ഞങ്ങൾ വീഡിയോ എടുക്കാൻ ഞങ്ങൾ ഭയങ്കര ഇൻട്രസ്റ്റഡ് ആണ് ഈ ഒരു വീഡിയോ ഒക്കെ എടുത്തിട്ട് യൂട്യൂബിലൊക്കെ ഇടാൻ. അപ്പോൾ നമ്മൾ അതിനായിട്ടുള്ളൊരു ടൈം കണ്ടെത്തിയിട്ട് ഇടും. അങ്ങനെ ഒന്നുമില്ല. എനിക്ക് പിന്നെ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിലും എനിക്ക് ഭയങ്കര മടിയായതുകൊണ്ട് ഞാൻ വീഡിയോസ് കണ്ടിന്യൂസ് ആയിട്ട് ഇടാൻ പറ്റാറില്ല. പ്രത്യേകിച്ച് ഞാൻ പഠിക്കൊന്നുമല്ല, എൻ്റെ ഇത് കഴിഞ്ഞു. ഞാൻ ബിടെക് ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത് MES. അപ്പം അത് കഴിഞ്ഞു. അപ്പോൾ വീഡിയോസ് എപ്പോഴൊന്നും ഇടാൻ പറ്റാറില്ല. ഇപ്പോൾ പിന്നെ നമുക്ക് ഇടാൻ പറ്റുന്നത് കുക്കിംഗ് വീഡിയോസും പിന്നെ അങ്ങനത്തെ കുറച്ചൊക്കെ അല്ലേ. അപ്പം പിന്നെ റിവ്യൂസ് അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ചാനലിടാറ്. പിന്നെ ഇപ്പം എത്ര സബ്സ്ക്രൈബേഴ്സായി? ഇപ്പം 200 ഓക്കെ. അപ്പോൾ എന്താണ് നിങ്ങൾ യൂട്യൂബ് ചാനൽ എന്താക്കണമെന്നാണ് നിങ്ങളുടെ ആഗ്രഹം? കുറേ സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു എല്ലാവരും നമ്മൾ അറിയപ്പെടണം. ആ ഒരു ഇവർ നമ്മുടെ ഫാമിലിയിലെ 2 സ്റ്റാർസാണ്. ഇവർ ഒരുമിച്ച് നടക്കുകയുള്ളൂ, ഒരുമിച്ച് ഒരേപോലത്തെ ഡ്രസ്സ് ഇടുകയുള്ളൂ, അങ്ങനത്തെയൊക്കെ ആൾക്കാരാണ്. അപ്പോൾ എന്തായാലും ഇവരെ ചാനൽ നിങ്ങൾ പോയി നോക്കുക. അതുപോലെ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ ബ്ലൂമിങ് യൂട്യൂബേഴ്സാണ്. അപ്പം ചിലപ്പം എല്ലാവരും ഒന്നും അറിഞ്ഞോളുന്നില്ലല്ലോ, നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. നമ്മുടെ ആഗ്രഹം നമ്മുടെ ചാനലൊരു നല്ലൊരു സക്സസ് ആക്കി എടുക്കുക, മീൻസ് എല്ലാവരും നോട്ട് ചെയ്യുന്നൊരു ചാനലാക്കി എടുക്കുക, അതൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നതല്ലോ. പിന്നെ നിങ്ങൾക്ക് കുക്കിംഗ് വീഡിയോസൊക്കെ ഇടാൻ താല്പര്യമുണ്ടോ? വീഡിയോസൊക്കെ ഇട്ടാൽ താല്പര്യമൊക്കെ എന്നാലും നമ്മൾ പ്രാങ്ക്സ് ഒക്കെ ഇടാനാണ്. പിന്നെ മാമിനൊരു ഡൗട്ട് ഉണ്ട്, മിക്ക ആൾക്കാർക്കും ഉണ്ടാകുന്ന ഒരു ഡൗട്ടായിരിക്കും. അപ്പം എന്താ അറിയോ, മാമി ഇന്ന് മാമിൻ്റെ ചാനലിന് കുക്കി കപ്പ് ഇടാൻ കാരണം? ഓക്കെ, അത് കുറേ എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് ചോദിച്ചതാണ്. അപ്പം ഫസ്റ്റ് ഞാൻ വീഡിയോസൊക്കെ കുക്കിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസാണല്ലോ ഇട്ടത്. അപ്പം എല്ലാവരും വിചാരിച്ചിട്ടുണ്ടാവും കുക്കിംഗ് ചാനലായതുകൊണ്ടായിരിക്കും കുക്കി കപ്പിൾ ഇട്ടത്. പക്ഷെ അതുകൊണ്ടൊന്നും ഇട്ടതല്ല. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഇതൊരു കുക്കിംഗ് ചാനലായിട്ടൊന്നും അല്ല തുടങ്ങിയത്. നമ്മളെ കുറച്ച് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എന്തെങ്കിലും വീഡിയോസും വ്ളോഗ് അങ്ങനെയൊക്കെ ഇടണമെന്ന് വിചാരിച്ച് തുടങ്ങിയതാണ്. പിന്നെ എന്തെങ്കിലും ഒരു പേര് വേണമല്ലോ. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി ഇരുന്ന് ആലോചിക്കാം, ഒരു കപ്പിൾ റിലേറ്റഡ് ആയിട്ടുള്ള എന്തെങ്കിലും ഒരു നെയിം ഇടണം എന്നിങ്ങനെ വിചാരിച്ച് അങ്ങനെ ആലോചിച്ച് പെട്ടെന്ന് എൻ്റെ വായിൽ വന്നൊരു പേരാണ് കുക്കി. കുക്കി എന്ന് പറഞ്ഞാൽ ബിസ്ക്കറ്റ് അല്ലേ, കുക്കി. അത് ക്യൂട്ട് നെയിമായിട്ട് തോന്നി. പിന്നെ കുറച്ച് റൈമിങ് ആണല്ലോ, കുക്കി കപ്പിൾ. അങ്ങനെ തോന്നിയപ്പോൾ വെറുതെ ഇട്ടതേ ഉള്ളൂ. പിന്നെ അത് മാറ്റാനൊന്നും തോന്നിയില്ല, അങ്ങനെ തന്നെ ഒന്ന് കിടന്നു. എന്താണ് സിസ്റ്റേഴ്സ് ക്രിയേഷൻസ്, നിങ്ങൾ സിസ്റ്റേഴ്സ് ആയതുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളിങ്ങനെ വെറുതെ ഇങ്ങനെ ആലോചിച്ച് എന്ത് പേരിടും കുറേ നോക്കിയിരുന്നു. അപ്പോൾ അവസാനം ഞങ്ങൾക്ക് സിസ്റ്റേഴ്സ്, ഞങ്ങൾ രണ്ടാളും സിസ്റ്റേഴ്സ് ആണല്ലോ, അപ്പോൾ സിസ്റ്റേഴ്സ് ക്രിയേഷൻ പെട്ടെന്ന് എന്തോ. അപ്പം ഇഷ ഒരു ഭയങ്കര കലാകാരിയാണ്. ഇഷ നന്നായിട്ട് പാട്ട് പാടും, ഡാൻസ് ചെയ്യും, പിന്നെ നന്നായിട്ട് ചിത്രമൊക്കെ വരയ്ക്കും ഇഷ. അപ്പം ഇഷ എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ഒരു പാട്ട് പാടും, ഒന്ന് കളറാക്കിയിട്ട്. ഓക്കെ, ഇഷൻ്റെ ഒരു പാട്ടേക്കാം. നീലനിറവാനിൽ നൂറായി റൂഹിലലിയും രാജാ മുത്തുദ്വായി ത്യാഗമലരായ മൗല മണ്ണിലെ മദീന മോഹം പുണ്യമുറങ്ങുന്ന ഗേഹം കണ്ണിനഴകായി ഏറെ ഇഷ്കിന്ന് തൂകാം. അടിപൊളി. അപ്പോൾ ഞാൻ ഇഷൻ്റെ ഡാൻസും പാട്ടൊക്കെ ഞാൻ ഫസ്റ്റ് കാണുന്നത് ഞങ്ങളുടെ വെഡ്ഡിങ്ങിനായിരുന്നു. അപ്പോൾ ഇഷൻ്റെ ഭാഗം ഒരു അടിപൊളി ഡാൻസ് ഉണ്ടായിരുന്നു, ഇഷൻ്റെ ഭാഗം ഒരു അടിപൊളി പാട്ടുണ്ടായിരുന്നു. അന്നാണ് ഞാൻ ഫസ്റ്റ് കാണുന്നത്. അപ്പം നമ്മുടെ ഫാമിലിയിൽ എല്ലാവർക്കും അറിയാം ഇഷ ഒരു അടിപൊളി ഡാൻസ്. അത് മാത്രല്ല മാമി നല്ല കലാകാരിയാണ് കേട്ടോ. മാമി ഡാൻസ് കളിക്കും, പാട്ട് പാടും, എല്ലാം മാമിക്കും അറിയാം. പണ്ട് ചെയ്യാറുണ്ടായിരുന്നു. ചിത്രം വരയ്ക്കാറില്ല, ചിത്രത്തിന് എനിക്ക് ABCD പോലും അറിയില്ല.
സത്യമായിട്ട് എനിക്കറിയില്ല, ഞാൻ ചിത്രം വരയ്ക്കാറില്ല. പാട്ടൊക്കെ പാടാറുണ്ടായിരുന്നു, ഡാൻസ് അങ്ങനെയൊക്കെ ഒരു +2 വരെയൊക്കെ. പിന്നെ കോളേജിലെത്തിയതിൻ്റെ ശേഷം അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് ഇൻട്രസ്റ്റ് ആണ്, പാട്ട് കേൾക്കാൻ ഇൻട്രസ്റ്റ് ആണ്, പാടാനൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്. നമുക്ക് ഇനി വരുന്ന വീഡിയോസിൽ നമുക്ക് അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണാം. അപ്പോൾ എത്രയൊക്കെയുള്ളൂ നമ്മുടെ വിശേഷങ്ങൾ. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോ എടുത്ത മെയിൻ റീസൺ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ രണ്ടുപേരുടെയും യൂട്യൂബ് ചാനലൊന്ന് പരിചയപ്പെടുത്തുക, പിന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ എൻ്റെ യൂട്യൂബ് ചാനൽ മിക്കവാറും ആർക്കും അറിയലൊന്നും ഉണ്ടാവില്ല, ബിക്കോസ് ഞാൻ പേരൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല ഇതുവരെ. നമ്മൾ ജസ്റ്റ് കുക്കിംഗ് അങ്ങനെയൊക്കെ ആയതുകൊണ്ട് നമ്മൾ പേരൊന്നും റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പം അതുകൊണ്ടാണ്. പിന്നെ ഇവള് വന്നപ്പോൾ ഒരു കമ്പനി ആയതുകൊണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനൽ, ഞങ്ങൾ രണ്ടുപേരുടെയും ചാനൽ സപ്പോർട്ട് ചെയ്യുക, എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പിന്നെ നമ്മളെല്ലാവരും ഇപ്പോൾ ഒരു പാൻഡമിക് സിറ്റുവേഷനിലൂടെയാണല്ലോ കടന്നു പോകുന്നത്. അപ്പം എല്ലാവരും പറയുന്ന പോലെ എല്ലാവരും വീട്ടിൽ സേഫായിട്ടിരിക്കുക, മാസ്ക് യൂസ് ചെയ്യുക പുറത്ത് പോകുമ്പോൾ, പിന്നെ ബാക്കിയുള്ള മെഷേഴ്സൊക്കെ ടേക്ക് ചെയ്യുക നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടുള്ള. അപ്പം താങ്ക് യു. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ചെയ്യുകയാണ്. എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.